അപ്പ ചെയ്യുന്ന എല്ലാവിധമായ സാവകാശത്തെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യൻസ് 1:27 മുതൽ താഴെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്കെഴുതിയ ലേഖനം 1 കൊരിന്ത്യൻസ് 1:27 മുതൽ താഴെയുള്ള വാക്യങ്ങൾ വായിക്കാം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ലോകത്തിൽ കർത്താവ് തെരഞ്ഞെടുത്തതിനെ സംബന്ധിച്ചുള്ള വസ്തുതകളാണ് അപ്പോസ്തലനായ പൗലോസ് പറയുക. കൊരിന്ത്യ പട്ടണത്തിലെ സഭയെ നോക്കി, അല്ലെങ്കിൽ കൊരിന്ത്യ സഭയെ നോക്കി അപ്പോസ്തലനായ പൗലോസ് പറയുക, അവരെ ഉദ്ബോധിപ്പിക്കുക. ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ജ്ഞാനമില്ലാത്തതിനെ പോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ഈ ഉള്ളവന്മാരെ ലജ്ജിപ്പിക്കേണ്ടതിന് ഒന്നുമില്ലാത്തതിനെ ദൈവം തിരഞ്ഞെടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ ആരാധന. നല്ലൊരു ഇടയന്റെ ചിത്രം നമുക്കറിയാം. യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നല്ലൊരു ഇടയന്റെ ചിത്രമുണ്ട്, അല്ലെ? ആടുകൾക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുന്ന ഒരു ഇടയൻ. സ്തോത്രം. ലൂക്കോസ് 10-ാം അധ്യായത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിളിയെ പറ്റി കാണുന്നു. ഹല്ലേലൂയ. ഇവിടെ എല്ലാം കർത്താവിന്റെ ശുശ്രൂഷയുടെ, കർത്താവിന്റെ പദ്ധതികളുടെ വ്യത്യസ്തമായ രൂപം നമുക്ക് കാണാൻ കഴിയും. യേശു തെരഞ്ഞെടുത്ത, അഭിഷേകം ചെയ്ത് അയച്ചവർ അവർ തിരിച്ചു വന്ന് കർത്താവിനോട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഹല്ലേലൂയ, എന്റെ അപ്പയുടെ ഹൃദയം നിറഞ്ഞു. ഹല്ലേലൂയ. ജ്ഞാനികൾക്കും ബുദ്ധിമാന്മാർക്കും വെളിപ്പെട്ട് കിട്ടാതെ നീ മർമ്മം ഭോഷത്വമായവർക്ക്, അല്ലെങ്കിൽ ഭോഷത്വം എന്ന ലോകം എണ്ണിയവർക്ക്, മഠയന്മാരെന്ന ലോകം എണ്ണിയവർക്ക്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശൈശവദശ മാറാത്തവരുടെ ഉള്ളിലേക്ക് അവൻ പകർന്നു. അവർ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത അവരോട് വെളിപ്പെടുന്നത് കണ്ടപ്പോൾ എന്റെ അപ്പന്റെ ഹൃദയം നിറഞ്ഞു. ഹല്ലേലൂയ. ആ പഠനത്തിൽ അനേകം കഴിവുള്ളവരുണ്ടായിരുന്നു, പ്രാപ്തിയുള്ളവരുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് തിരഞ്ഞെടുത്തവരെല്ലാം വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നവരായി. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം പോഷത്വത്തെ തിരഞ്ഞെടുത്തു. ബുദ്ധിമാന്മാരല്ലേ, ഞങ്ങളുടെ ബുദ്ധിയാണ് ലോകത്തിലെ ഏറ്റവും വലിയതെന്ന് ചിന്തിക്കുന്നവരെ ലജ്ജിപ്പിക്കേണ്ടത്. നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ് ദൈവികമായ മർമ്മങ്ങൾ, ദൈവികമായ ജ്ഞാനം, ദൈവികമായ പദ്ധതി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചൊരു വിഷയമുണ്ട്. എന്നെ പറ്റിയുള്ള വിളി എന്താണെന്ന് ബോധ്യം ഒരുവന്റെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ അവന്റെ കാഴ്ചപ്പാടിന്, ചിന്തകൾക്ക്, രീതികൾക്കെല്ലാം വ്യത്യാസം വരും. അബോധ്യമില്ലാത്തവന്റെ സംസാരവും ബോധ്യമുള്ളവന്റെ സംസാരവും രണ്ടും രണ്ടായിരിക്കും. അബോധ്യമുള്ളവൻ ഏത് വിഷയത്തെയും, ഏത് പ്രതിസന്ധിയെയും ഹല്ലേലൂയ കർത്താവിന്റെ കണ്ണുകൊണ്ട് അത് കാണുകയും അതിന് പരിഹാരം ഉണ്ടാകുകയും ചെയ്യും. അബോധ്യമില്ലാത്തവൻ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെ മുമ്പിൽ അവൻ പതറിപ്പോകും. സാധാരണ ഒരു മനുഷ്യനെ പോലെ സംസാരിക്കുകയും വിലപിക്കുകയും അസ്വസ്ഥപ്പെടുകയും പ്രാകുകയും ചെയ്യും. എന്നാൽ മരണം മുന്നിൽ വന്ന് നൃത്തമാടിയാലും നിനക്കെന്റെ മേൽ ജയമെടുക്കാൻ കഴിയത്തില്ലെന്ന് ഇവർ പറയാനിട വരണമെങ്കിൽ ഹല്ലേലൂയ, എന്റെ കർത്താവ് എന്നെ വിളിച്ചതെന്ന് അതൊരു ബോധ്യമുള്ളവരെങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നിനക്കൊരു ദോഷവും വരുത്തില്ലെന്ന്, നീ ഇന്നാരെയൊക്കെ മുന്നിൽ നയിക്കേണ്ടവനാണ്, നീ ഇന്ന ദേശങ്ങളിൽ പോകേണ്ടവനാണ്, ഇന്ന പദ്ധതികൾ നിന്റെ മേൽ നടപ്പാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നീ ധൈര്യമായിരിക്കുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ശബ്ദം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മുഴങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ബാക്കി വായിച്ചാൽ, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ഒരുപാട് വിശദീകരണത്തിന്റെ ആവശ്യകതയുള്ള ഒരു ഭാഗമായതുകൊണ്ട് തന്നെ പിന്നീട് ഒരു അവസരത്തിൽ എന്നെ പറ്റി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും, അല്ലെ? നമ്മൾ ചിലപ്പോൾ നമ്മുടെ കുലമഹത്വമൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാറുണ്ട്? പ്രശംസിക്കാറുണ്ട്. ഓർത്തോണം, അന്നേരം ഓർത്തോണം, ഇവൻ ക്രിസ്തുവിലല്ല. ഞാൻ ഏത് കുടുംബത്തിൽ ജനിച്ചോന്നറിയാം.
ചിലരൊക്കെ ഇപ്പോഴും ക്രിസ്തുവിലാണെന്ന് പറയുന്നത് ജാതി മതവും പറഞ്ഞ് എന്ത് ചെയ്യത്തുള്ളൂ, സംസാരിക്കത്തുള്ളൂ. എന്റെ ഭാഷ പറഞ്ഞ ഇവരൊന്നും ക്രിസ്തുവിലല്ല. ജാതി, വർണ്ണ, വർഗ ചിന്തകൾ വെച്ചു പുലർത്തി സമത്വ സുന്ദരമായ ആശയങ്ങൾ മറുഭാഗത്ത് പറയുകയൊക്കെ ചെയ്യുന്ന വ്യാജമാണ്. ക്രിസ്തുവിനെ അറിഞ്ഞവന്റെ അകത്ത് അങ്ങനെയുള്ള കാഴ്ചപ്പാടൊന്നും ഉയരത്തില്ല. സ്തോത്രം. ക്രിസ്തുവിനെ അറിഞ്ഞവന്റെ ചിന്താഗതികൾക്ക് രീതികൾക്കെല്ലാം വലിയ വ്യത്യാസമുണ്ട്. പുകഴാനൊന്നുമില്ലേ, പ്രശംസിപ്പാനൊന്നുമില്ല. കൃപയാ നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായി ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. സ്തോത്രം. എന്തിനാ ഇങ്ങനെ തിരഞ്ഞെടുപ്പ് ഉണ്ടായത്? എന്തിനാ ഇങ്ങനെയൊക്കെയുള്ളവരെ തിരഞ്ഞെടുത്തത്? ചില പറയുന്നില്ല, പുറം പോക്കി കിടന്നവനെ, വഴിത്തലയ്ക്ക് കിടന്നവനെ, ഏതുമില്ലാത്തവനെ. ഞാൻ പലപ്പോഴും പല ദൈവദാസന്മാരുടെ മീറ്റിംഗിൽ ചെല്ലുമ്പോൾ ഈ സാധാരണ വ്യക്തിയോട് ഇടപെടാനുള്ള സമയമുണ്ട്. അപ്പം ദൈവദാസന്മാരുടെ മീറ്റിംഗ് ശക്തമായി ശുശ്രൂഷിക്കുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. വാക്കുകൾ അതിപ്രസരമല്ല ഞാൻ ഈ പറയുന്നത്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആത്മാവിന്റെ തീ ഇറങ്ങുന്ന ചില ഘട്ടങ്ങൾ. അപ്പം ദൈവദാസന്മാരിൽ നിന്ന് തന്നെ മറ്റുള്ളവരിൽ നിന്നും താഴെ ഇരിക്കുന്നതിനൊക്കെ ചില സംസാരങ്ങൾ, ഇത് ഞങ്ങളുടെ മിന്നാറുടെ എന്റെ വീട്ടിലെ നിന്ന് എന്നെ പണി ചെയ്തുകൊണ്ടിരുന്ന ആടെ മോനെ എന്താ ഇപ്പം ചെയ്യുന്നത്, എന്താ ഈ പറയുന്നില്ല ധ്വനി, എന്റെ അപ്പന്റെ അപ്പനെയൊക്കെ എനിക്ക് അധികം ഒന്നും. ഇത് തന്നെയല്ലേ യേശുവിനെ പറ്റി പറഞ്ഞത്, കർത്താവിനെ പറ്റിയല്ലേ. ഇവൻ ആ യോസേഫിന്റെ മോനും മാറിയയുടെ മോനും ഇവന്റെ സഹോദരമായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഇവൻ അത്തച്ഛന്റെ മകനല്ലേ. സ്തോത്രം. ക്രിസ്തുവിലായെന്ന് പറയുന്നവർ ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നു. ക്രിസ്തുവിലായവന്റെ അകത്തു ഇങ്ങനെയുള്ള വാദങ്ങൾ ഉയരത്തില്ല. അവൻ കുലമഹത്വത്തെ പറ്റിയും വർഗമഹത്വത്തെ പറ്റിയും വർണ്ണമഹത്വത്തെ പറ്റി പറയുന്നില്ല. എന്റെ യേശു പറയുന്നു, എന്നിലാവുന്നവർ സകലരും ഒന്നത്രേ. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. എന്തിനാണെന്നറിയാവോ? അടുത്ത വാക്യം, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. ആരെഴുന്നറിയോ? സർവമഹത്വത്തിന്റെ സർവ അധികാരത്തിന്റെയും സർവജ്ഞാനത്തിന്റെ ഉടമസ്ഥനായിരുന്ന അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്. ഹല്ലേലൂയ. യഹൂദ പ്രമാണം അതിനെ ഹല്ലേലൂയ അരച്ച് കലക്കി കുടിച്ചവൻ, യഹൂദ പ്രമാണത്തിന് അടിസ്ഥാനമാക്കിയവർ അവനോട് വാദിച്ചു, ക്രിസ്തുവിനെ ചൊല്ലി വാദിച്ചു. എന്നാൽ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല അവന്റെ വാദഗതികൾക്ക് മുമ്പിൽ. കാരണം അത്രത്തോളം ആശയ സമ്പന്നമായിരുന്നു ഹല്ലേലൂയ അവന്റെ അറിവ്, ജ്ഞാനം, അവന്റെ വിവേകമൊക്കെ. ഹല്ലേലൂയ. അവൻ എപ്രകാരം ദൈവവചനം പഠിച്ചുവെന്നും എപ്രകാരം ദൈവവചനത്തിലൂടെ ചലിച്ചുവെന്നും ഒക്കെ ഉള്ളത് നമുക്ക് പൗലോസിന്റെ മുൻകാല ജീവിതത്തെ പറ്റി പഠിക്കുമ്പോൾ അറിയാൻ കഴിയും. അങ്ങനെയുള്ള പൗലോസിനെ പറയുകയാണ്, എന്താ പറയുന്നത് അറിയോ? ദൈവം എന്തിനാ ഈ ഇല്ലാത്തവനെയും അറിവില്ലാത്തവനെയൊക്കെ തെരഞ്ഞെടുത്തെന്നറിയാം. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായി ഏതുമില്ലാത്ത തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതില്ല. സ്തോത്രം. അപ്പൊ ഈ പ്രശംസിക്കുന്നവരുടെ എണ്ണം കൂടിയപ്പോ പൗലോസ് പറയാം, പ്രശംസ പറയാനാണെങ്കിൽ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. പക്ഷേ ക്രിസ്തുവിൽ പ്രതി ഞാൻ ഇവയൊക്കെയും ചപ്പന്നും ചവറന്നു വേണ്ടുകയാണ്. ആ നിലപാട് നോക്കിക്കൊണ്ട് ക്രിസ്തുവിൽ പ്രതി ഇവയൊക്കെ ഏതൊക്കെയും, എന്റെ കുലം, എന്റെ മഹത്വം, എന്റെ ജ്ഞാനം, എന്റെ അറിവ്, എന്റെ പിതാവ്, എന്റെ മാതാവ്, എന്റെ പ്രാപ്തി, എന്റെ ശക്തി, എന്റെ ബലം, ഇതെല്ലാം ഞാൻ ചപ്പൊന്നും ചവറൊന്നും വേണ്ടുന്നു. ഞാൻ ഒന്ന് മാത്രം അറിയുവാൻ, ഒന്ന് മാത്രത്തിൽ നിറയുവാൻ, ഒരു വസ്തുതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാൽവരിയിൽ പിടഞ്ഞ് എനിക്ക് വേണ്ടി കൊലക്കളത്തിൽ യാഗമായി തീർന്നവനിൽ മാത്രം നിറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബാക്കിയെല്ലാം ചപ്പൊന്നും ചവറൊന്നും വേണ്ടുവാനുള്ള ഒരു മനോഭാവം ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഉയരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ദൈവസ്ഥാനിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. 30-ാം വാക്യം വായിച്ചാട്ടെ. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു. You are seated in Jesus Christ. നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? ക്രിസ്തു യേശുവിലിരിക്കുക. സ്തോത്രം. ആരോട് പറയാ? ഈ പഴയ മഹത്വവും പഴയ ജ്ഞാനവും പഴയ കഴിവും പ്രാപ്തിയും എന്റെ ആളെ എന്റെ ഇതെന്നൊക്കെ പറഞ്ഞ് വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നവരോട് കർത്താവിന്റെ നാമത്തിൽ പൗലോസ് പറയുക, നിലവിൽ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും പലതും പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന സമൂഹത്തെ നോക്കി ഹല്ലേലൂയ പൗലോസ് പറയുക, നിങ്ങൾ എവിടെ ഇരിക്കുന്നറിയാവോ? ക്രിസ്തുവിലാണ്.
എന്നിട്ടാ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ പറയുന്നത്. അതിന്റെ സാരാംശം ക്രിസ്തുവിലാണ് നീയൊന്നും ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ക്രിസ്തുവിലാണെന്ന് നമ്മൾ പാട്ടൊക്കെ പാടും. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. അപ്പോൾ അതിന്റെ ഒരു തലമൊക്കെ മാറി നെഞ്ചത്തോട്ട് കൈയൊക്കെ വെച്ച് എന്ത് ഭാഗ്യവാനാണ്. ചുമ്മാതാ, വെറുതെയാ, വെറും കാപട്യമാണ്. നീ ഭാഗ്യമെന്ന് കണക്കാക്കുന്നത് ഭൗതിക വസ്തുതകളെ മാത്രമാണ്. യേശു എന്റെ ഉള്ളത്തിൽ വന്നതുകൊണ്ടാണോ നീ ഭാഗ്യവാനെന്ന് നീ സ്വയം പറയുന്നത്? ചില ചിന്തകൾക്കും കാഴ്ചപ്പാടുകൾക്കും ഒരു വ്യത്യാസം വരട്ടെ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടു കൂടെ ഇതൊക്കെയും ഏതൊക്കെയും ജീവനും ഭക്തിക്കും വേണ്ടി സകലതും ഉളവാകും. അങ്ങനെയാണോ? വസ്തുത്തിൽ ഹല്ലേലൂയ സഭാ വിശ്വാസ സമൂഹങ്ങളിൽ ഗുണങ്ങളിൽ ആത്മമണ്ഡലത്തിലിരിക്കുന്നവർ ബഹുഭൂരിപക്ഷം പേര്, എല്ലാവരും ഞാൻ പറഞ്ഞു ബഹുഭൂരിപക്ഷം പേര് ആദ്യം എന്റെ മറ്റു കാര്യങ്ങൾ നടക്കുക, എന്നിട്ട് ബാക്കി കാര്യം പിന്നെ ചിന്തിക്കാം. ഫലത്തിൽ ബാക്കി കാര്യം നടക്കത്തില്ല, മറ്റു കാര്യത്തിൽ മാത്രം ഒഴുകി ജീവിച്ച് രോഗബാധിതനാൽ രോഗാവസ്ഥയിലൂടെ ജീവിച്ച് വേറൊരു തലത്തിൽ ഇല്ലാതായിത്തീരുന്നു. അതല്ല ദൈവത്തിന്റെ ഇഷ്ടം. നമ്മളെ മനസ്സിലാവുന്നു? ദൈവത്തിന്റെ ഇഷ്ടം അതല്ല, മറ്റു ചിലതാണ്. അല്ലേ? നിങ്ങൾ എവിടെ ഇരിക്കുന്നു? ക്രിസ്തുവിൽ ഇരിക്കുന്നു. ആ ബോധ്യം നിങ്ങളുടെ അകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ നിലപാടുകൾക്കും കാഴ്ചപ്പാടുകൾക്കും എല്ലാം വ്യത്യാസം വരുന്നത്. ക്രിസ്തു കണ്ട കണ്ണുകൊണ്ട് നിങ്ങൾക്ക് സ്ഥലത്തെ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഇന്നടത്തെ ഇന്നാറ വീട്ടിലെ ഇന്ന മകനല്ലേ ഇന്ന മകളെന്ന നിലയ്ക്കല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതാണ് കുലഹീനമായ ദൈവം തെരഞ്ഞെടുത്തു. കുലത്തെ ചൊല്ലി, കുലത്തിന്റെ മഹത്വത്തെ ചൊല്ലി ഊറ്റക്കൊള്ളുന്നവരെ ലജ്ജിപ്പിക്കേണ്ടത്, ജ്ഞാനമില്ലാത്തവരെ തെരഞ്ഞെടുത്തു. ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കേണ്ടത്, നികൃഷ്ടമായതിനെ തെരഞ്ഞെടുത്തു. ഞങ്ങൾ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്നവരെ ലജ്ജിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ ഇരിക്കുന്നു? ക്രിസ്തുവിലിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നും പരിജ്ഞാനവും ജ്ഞാനവും ബാക്കി വായിച്ചിട്ടുണ്ട്. അവൻ നമുക്ക് ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. കേട്ടോ, എന്തൊക്കെയായി തീർന്നു? ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വേറെ ആര് കഴിയാലും നിനക്ക് ശുദ്ധീകരണം ഉണ്ടാകത്തില്ല. ശുദ്ധീകരണം നടക്കണമെങ്കിൽ അവന്റെ രക്തം തന്നെ ഇറങ്ങണം. അവന്റെ രക്തം ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഇറങ്ങാൻ തക്കവണ്ണമുള്ള നിലപാടിലേക്ക്, കാഴ്ചപ്പാടുകളിലേക്ക്, രീതികളിലോട്ട് നമ്മൾ മാറേണ്ടതാണ്. നമുക്ക് ഞാനീ പറയുന്നത് നമ്മുടെ പുറമേയുള്ള വിശുദ്ധിയുടെ ഔട്ടറിനെ സംബന്ധിച്ചുള്ള വസ്തുതകളല്ല ഈ പറയുന്നത്. അകം വിശുദ്ധമാകാതെ പുറമെ എന്തോ വിശുദ്ധമാക്കിയിട്ട് ഒരു കാര്യം ഇല്ല. ആദ്യം നിന്നെ വിളിച്ചവൻ ആരാന്നറിയുക, അവൻ എന്നെ പറ്റിയുള്ള തെരഞ്ഞെടുപ്പും വിളിയും എന്താണെന്നറിയുക, എന്നെ പറ്റിയുള്ള ദൈവഹിതം എന്നാണെന്നറിയുക. അവിടെ നമ്മുടെ ചിന്താഗതിയിലും കാഴ്ചപ്പാടും എല്ലാം മാറും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തു യേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. 31 വാക്യം. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഇതൊക്കെ എന്തിനാ ഇതൊക്കെ പങ്കുവയ്ക്കുന്നത് അറിയാമോ? ഇന്നൊരു രോഗസൗഖ്യത്തെ പറ്റി, ഒരു അത്ഭുതത്തെ പറ്റി കാതോർത്ത് അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് ഈ മെസ്സേജ് കാണാനാണ് വന്നത്. പക്ഷെ ബിൽപാസ്റ്റർ ആപ്പാടെ ഇന്ന് അതല്ലല്ലോ, മറ്റു ചിലതാണല്ലോ പറയുന്നത്. അവസാന നാഴികയുടെ അല്ലെ അവസാന കാലഘട്ടത്തിന്റെ അവസാന നാഴിക ആയിരിക്കുന്ന ഈ സമയത്ത് ഇത് പറഞ്ഞില്ലെങ്കിൽ എന്റെ അപ്പ എന്നോട് പൊറുക്കത്തില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നറിയോ? ക്രിസ്തുവിലിരിക്കുന്നു. ആ ബോധ്യമില്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. മുമ്പേ അവനിൽ നിറയുക, അവന്റെ കണ്ണുകൊണ്ട് സകലത്തെ കാണാൻ പഠിക്കുക. ഹല്ലേലൂയ. ഞാൻ ഇന്ന വീട്ടിലെ ഇന്നാറമാൻ, ഇന്ന വീട്ടിൽ ജനിച്ചവൻ, ഇന്ന തലത്തിൽ വരും, എന്റെ ബുദ്ധി അറിയോ, എന്റെ ജ്ഞാനം അറിയോ, എന്റെ കഴിവറിയോ, എന്റെ പ്രാപ്തി അറിയാവോ? ഒന്നുമില്ല. ഏറി നിന്നാലൊരു ശ്വാസം, ഏറി നിന്നാലൊരു ശ്വാസം. ഞാനിപ്പോ ഇരിക്കുന്ന നില വെച്ച് നോക്കുമ്പോൾ എന്നെ തൊടാൻ പറ്റത്തില്ല. ഞാൻ പലരും പറയുന്നത് കണ്ടിട്ടുള്ളൂ. ഒരു വ്യക്തി അടുത്ത കാലത്ത് ഒരു വ്യക്തിയോട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ, അവിടെ നിന്ന് എന്നെ എന്തോ ചെയ്യാൻ പറ്റുമോ? പറ്റിക്കാനാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് അവിടെ പോകേണ്ട വല്ല കാര്യമുണ്ട്. ഇല്ല, ഇവിടെ നിന്ന് നമുക്ക് പറ്റിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അതിന് ഇത്ര ദൂരമൊന്നോ ഇത്ര കിലോമീറ്ററൊന്നോ അല്ല വ്യത്യാസമുണ്ട്. സ്വർഗത്തിന്റെ ഭൂമിയുടെ സർവ്വ ചരാചരങ്ങളുടെയും ഉടമസ്ഥനായവൻ അവന് ഒരു ചെറു വെള്ളം നനയ്ക്കാൻ മതി സ്ഥിതി മാറാൻ. നിന്റെ സ്ഥിതി മാറ്റുവാൻ കഴിവുള്ളവന്റെ വ്യാപാരത്തിൽ നീ ആയിരുന്നാലുണ്ടല്ലോ ഒരു ദുഷ്ടശക്തിക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല. പ്രശംസിക്കുന്നവർ എന്തിൽ പ്രശംസിക്കണം? ഞാൻ നിൽക്കുന്നത് കൃപയാൽ. അതാണ് കർത്താവിനെ സംബന്ധിച്ച് പറയുക. ഞാൻ എന്റെ ബലം കൊണ്ടല്ല നിൽക്കുന്നത്, കൃപയാൽ. ഞാൻ എന്റെ ശക്തി കൊണ്ടല്ല നിൽക്കുന്നത്, കൃപയാൽ. മനസ്സിലാവുന്നല്ലോ? എനിക്ക് പ്രശംസിപ്പാനും പറയാനും ഒന്നേ ഉള്ളൂ, എന്താണ്? കൃപ. കൃപ, അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ ഈ 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അവര് കൂടി തന്നെ എന്തിനായിരുന്നു? ഒരുവനെ തെരഞ്ഞെടുക്കാനായിരുന്നു അല്ലെ? 12 പേരിൽ ഒരുവൻ നഷ്ടപ്പെട്ടു പോയി. എങ്ങനെയാന്നൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയാം അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഒരുത്തനെ ചീട്ടിട്ട് അവർ തെരഞ്ഞെടുത്തു. 12 പേരുടെ എണ്ണ തയ്ക്കുകയാണ്. എന്നാൽ വേറൊരു ഗണമുണ്ട്, അവരെല്ലാവരും കൂടിയാണ് പിന്നെ 8-ാം അധ്യായത്തിൽ എന്ത് ചെയ്യുന്നത്? ഒന്നിച്ചു കൂടിയിരുന്നു പ്രാർത്ഥിക്കുന്നു അല്ലേ? ഈ 120 പേരുടെ കണക്കെങ്ങനെ വന്നു എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കർത്താവ് പല സമയങ്ങളിലായി തെരഞ്ഞെടുത്തവരുടെ ഒരു ചിത്രം സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും. ലൂക്കോസ് 10:19 നമുക്ക് കാണാൻ കഴിയുന്നു. ആ 10-ാം അധ്യായത്തിന്റെ തുടക്കം വലിയൊരു വായിച്ചു വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, കർത്താവ് എന്ത് ചെയ്യുക? 70 പേരെ തെരഞ്ഞെടുക്കുക. സ്തോത്രം ഹല്ലേലൂയ. ഈ 70 പേരെന്ന് പറയുന്നത് യഹൂദ വംശത്തിന്റെ, യഹൂദ വർഗത്തിന്റെ, യഹൂദ ഗോത്രത്തിന്റെ പ്രതിനിധികളൊന്നുമല്ല. ഹല്ലേലൂയ. എന്റെ ഭാഷ പറയുന്ന നികൃഷ്ടരായവർ, കുലഹീനരായവർ, പറയാൻ യോഗ്യതയില്ലാത്തവർ, ഹല്ലേലൂയ, ജ്ഞാനമില്ലാത്തവർ, ബുദ്ധിയില്ലാത്ത 70 പേരെ അവൻ തെരഞ്ഞെടുത്തു. സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തോത്രം ഹല്ലേലൂയ. ആ 70 പേരെ അവര് ശുശ്രൂഷയിൽ ശക്തമായ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഇങ്ങോട്ട് വന്നിട്ട് കർത്താവിന്റെ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുക. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അല്ലെ 17-ാം വാക്യം ഞാൻ വായിപ്പിക്കുന്നില്ല, സമയത്തിന്റെ ദൗർലഭ്യം ഞാൻ ഞാൻ പറഞ്ഞു പോവുകയാണ്. സ്തോത്രം. ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഈ ഭൂതം കീഴടക്കാനുള്ള മർമ്മവും ജ്ഞാനവും ഒത്തൊക്കെ ഇവർക്ക് ഉണ്ടോ? അവരെ ശാസ്ത്രീയമായി അതിനെ വർഗീകരണം നടത്തി പഠിച്ചവരാണ്. അയ്യോ, ഒന്നും പറയാനില്ല, ഒരുത്തന്റെ കൃപ കൊണ്ടുപോയി ചിലതൊക്കെ ചെയ്തു, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. കർത്താവിന്റെ മറുപടി 18-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 10:18 കാണാൻ കഴിയുന്നു. സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഈ ഭാഗം എടുത്തു വെച്ചുകൊണ്ട് പിശാചിനെ വെട്ടിയിട്ട ഭാഗത്തിലോട്ടൊക്കെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് പോകാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. കുലഹീനരായവർ, നികൃഷ്ടരെന്ന ലോകം വിധികൽപ്പിച്ചവർ, മണവും ഗുണവും ഇല്ലാത്തവർ എന്ന് പറഞ്ഞ അറപ്പോതി മാറ്റി നിർത്താൻ പറ്റുന്ന തരത്തിലുള്ളവർ, അവർ ചെന്ന അസാധാരണമായ വീര്യപ്രവൃത്തികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ ലോകത്തിന്റെ അധിപനെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരുവൻ, സർവ്വചരാചരങ്ങളെ വേണ്ടാത്ത രീതിയിലൂടെ ചലിപ്പിക്കുവാൻ കഴിവുള്ളവൻ, അവൻ ഉരുണ്ട് വീഴുന്നത്, അവന്റെ വീഴ്ച ഞാൻ കണ്ടു. എപ്പോൾ? 70 പേർ കർത്താവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ. ഒരാമീൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അതിന്റെ 19-ാം വാക്യം ലൂക്കോസ് 10:19 നമ്മുടെ ബ്രൈറ്റ് ചർച്ചിലെ വ്യക്തികൾക്കൊക്കെ അത് കാണാപ്പാടം അറിയാവുന്ന വാക്കുകളാണ്. പാമ്പുകളെയും, എല്ലാവരും ഒന്ന് പറഞ്ഞേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അപ്പൊ എങ്ങനെയാ നിങ്ങൾ പറയേണ്ടത്? എന്റെ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാണ്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എന്റെ കർത്താവ് എനിക്ക് അധികാരം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്നും എനിക്ക് ദോഷം വരുത്തുകയില്ല പറഞ്ഞാണ്ട്, ഒന്നും എനിക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. ഹല്ലേലൂയ. 70 പേരെ തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. കുലഹീനമായ, മഹത്വമൊന്നും പറയാനില്ലാത്തവർ. സ്തോത്രം. ആ ശക്തി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ശത്രു എത്ര ബലമുള്ളവനാണേലും മിന്നൽ താഴോട്ട് ഇറങ്ങിയതുപോലെ, മിന്നായം പോലെ നിന്ന നിപ്പിൽ താഴ് വീഴുന്നു ചിലത്. ശത്രുവിന്റെ ബലം കെട്ടുപോകും.
ശത്രു താഴെ വീഴുന്നത് കാണാനിട വരും. ഹല്ലേലൂയ. ഓ, ശത്രുവിന്റെ ബലം ഭയങ്കരമാണ്. ശത്രുവിന്റെ പോരാട്ടം ഭയങ്കരമാണ്. അതുകൊണ്ട് ഞാനങ്ങ് പോരാടി പ്രാർത്ഥിക്കാൻ ചിന്തിക്കുക. കർത്താവിന്റെ കർത്തൃത്വത്തെ ആദ്യം തിരിച്ചറിയുക, വിളിയെ ഞാൻ തിരിച്ചറിയുക. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. ആ നിലപാടിൽ നീ കൊണ്ട് നീങ്ങാനുണ്ടല്ലോ, നിന്റെ ശത്രു മിന്നൽ വീഴുന്ന മിന്നൽ ഹല്ലേലൂയ വന്ന് താഴോട്ട് പോകുന്നത് പോലെ നിന്റെ ശത്രു നിന്റെ കൺമുമ്പിൽ വീഴുന്നത് കാണാനിട വരും. ഹല്ലേലൂയ. രോഗമായിക്കോട്ടെ, ദാരിദ്ര്യമായിക്കോട്ടെ, സാമ്പത്തിക വിഷയങ്ങളായിക്കോട്ടെ, കുടുംബത്തിന്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, അതിന്റെ വേരിനെ അറക്കുന്ന ശക്തി ഇന്ന് പകൽക്കാലം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു പ്രവൃത്തി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചിലതിനെ വേരോട് അറുത്തു കളയുന്നത് ഈ ജനങ്ങളിൽ കാണാനിട വരും. എത്ര ഉയരത്തിൽ കയറി നീ കൂട് വെച്ചാലും അവിടേക്ക് ഇറങ്ങി വരുന്നവന്റെ മഹാകൃപ ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിമിഷത്തിന് വ്യാപരിക്കപ്പെടാൻ പോകുകയാണ്. എല്ലാ കണ്ണും പറയട്ടെ. പൂർണ്ണവന്റെ സന്നിധിയിൽ സമർപ്പിച്ചു. അപ്പാ, യേശുവേ, നാഥ, എന്റെ തമ്പുരാനെ, പ്രാർത്ഥനയിൽ തലവണങ്ങിയിരിക്കുന്ന മുഴുവൻ വരിയപ്പോഴെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇവരുടെ ആഗ്രഹങ്ങളെ, ഇവരുടെ നിലവുകളെ അങ്ങ് സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. എന്റെ അപ്പ എനിക്ക് അനുകൂലമായതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇന്ന് നടന്നു എന്ന് പറയുവാൻ എന്റെ തമ്പുരാന്റെ കൃപ ഇറങ്ങുന്നതിനോട് വലിയ വിടുതൽ, വലിയ സൗഖ്യം, വലിയ അത്ഭുതങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇറങ്ങട്ടെ എന്നറിയാൻ പ്രാർത്ഥിക്കുക. സ്വർഗത്തിന്റെ കരം ജനത്തിന്റെ മേൽ ഇറങ്ങുന്നതിനെ ഓർത്ത് സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ലാസ്റ്റ് ടൈം ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം എന്റെ അപ്പ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഒന്നിനെ ചൊല്ലി വിചാരപ്പെടരുത്, ഒരു ദോഷവും നിങ്ങൾ സംഭവിക്കത്തില്ല. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി ശക്തീകരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. you